സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനവിടെ റോഷൻ. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ആ ഒരു യൂണിവേഴ്സിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് സീക്വൽ, പ്രീക്വൽ, സ്റ്റാൻഡ് ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോഡ് ഐറ്റംസ് ഇറക്കി വിടാനായിട്ട് പോകുന്ന ഒരു സമയമാണ്. ഓൾറെഡി ഒരു സൈഡിൽ കൂടെ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ ഒരു സ്പീഡ് ബ്രേക്കർ പോലെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന ഒരു ചെറിയ ഐറ്റം ആയിരുന്നു എ നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡം. ഡ്രാഗൺസ് ഇല്ല, പറയത്തക്ക പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിക്കുള്ള യുദ്ധങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് വൈബിൽ ഒരുങ്ങുന്ന ഒരു സീരീസ് ആയിരുന്നു. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു യൂണിവേഴ്സിൽ വരുന്നു എന്നുള്ളത് മാത്രമാണോ അതിൻ്റെ ഒരു ഐഡന്റിറ്റി. ഈവൺ എനിക്ക് പോലും ഈ ഒരു സീരീസ് മൊത്തം ഇറങ്ങിയതിന് ശേഷം എല്ലാവരും നല്ലൊരു റെസ്പോൺസ് കൊടുക്കുവാണെങ്കിൽ കാണാമെന്നുള്ളൊരു മൈൻഡിലാണ് ഞാനും ഇരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അതിലൊരു ബാങ്കർ സംഭവം നടക്കുന്നുണ്ട്. അത് കണ്ട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ വൻ രീതിക്ക് സീരീസിനെ പൊക്കി അടിക്കുന്നത് കണ്ട് അന്ന് ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ 2-3 എപ്പിസോഡ് കണ്ട് തുടങ്ങിയതാണ്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സോ സംസാരിക്കാനുള്ളത് ആ ഒരു സീരീസിനെ പറ്റി തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച്, ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗെയിം ഓഫ് ത്രോൺസ് കണ്ട് ആ ഒരു വൈബിലാണ് ഈ സീരീസും പോകുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റോടെ നിങ്ങൾ ഒരിക്കലും ഈ സീരീസിനെ ചെന്ന് കയറി കൊടുക്കരുത്. ഈവൻ സീരീസിന്റെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു സീരീസിന്റെ ടോൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സീരീസ് ഏതൊരു രീതിയിലുള്ളവരാണ് കണ്ടിരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ഇവർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി വെക്കുന്നുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിന് എത്ര കണ്ട് ഫാൻ ഫോളോവിംഗ് ഉണ്ടോ അത്ര തന്നെ ഫാൻ ഫോളോവിംഗ് ഉള്ള ആ ഒരു സീരീസിന്റെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു തീം മ്യൂസിക്കിനെ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ചെറിയൊരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഈ ഒരു സീരീസ് ഏതൊരു ടോണിലാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അവിടെ നിന്ന് അങ്ങനെ ആദ്യത്തെ 2-3 എപ്പിസോഡുകൾ മൊത്തം ആ ഒരു വൈബിൽ തന്നെയാണ് ട്രാവൽ ആവുന്നത്. അങ്ങനെ പോയി പെട്ടെന്ന് സീരീസ് ഒരു ജോണർ ഷിഫ്റ്റിംഗ് എടുക്കും. അവിടെ നിന്ന് പിന്നെ പീക്കാണ്. ചുരുക്കി പറയാനാണെങ്കിൽ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒക്കെ ആദ്യത്തെ എപ്പിസോഡുകൾ കണ്ടിരുന്ന ചെറിയൊരു കളിച്ചിരി വൈബില്ലേ, അതിനെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് തിരിച്ചു കിട്ടുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ഗെയിം ഓഫ് ത്രോൺസിൽ എന്ന് പറഞ്ഞാൽ പിന്നെ മൊത്തം ഡാർക്ക് സംഭവങ്ങളാണല്ലോ നടക്കുന്നത്. അവൻ ഇവനെ ചതിക്കുന്നു, ഇവൻ അവനെ ചതിക്കുന്നു, അവൻ ഇവന്റെ പുറകെ കുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം ഒരു വാറുമയമാണ്. ഇവിടേക്ക് വരുമ്പോൾ അത്ര കണ്ട് വലിയ പൊളിറ്റിക്സ് പരിപാടികളോട്ടൊന്നും പോവാതെ 2 ക്യാരക്ടേഴ്സിനെ മാത്രം മെയിൻ ഫോക്കസ് വെച്ചുകൊണ്ട് അവർ ട്രാവൽ ചെയ്യുന്നവരുടെ ഒരു ജേണി, അതിനിടയിൽ അവർ കണ്ടുമുട്ടുന്ന ആൾക്കാർ, അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർ നേരിടേണ്ടി വരുന്ന സ്ട്രഗിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഒരു ലൈമനായിട്ടുള്ള സ്റ്റോറി ലൈനാണ്. അതിൽ തന്നെ ഒരു എഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ച ഒരു ചെറുക്കൻ എന്ത് രസമാണ് മച്ചാൻ്റെ ആക്ടിങ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. കൊണകൊണകൊണകൊണാന്ന് സംസാരിച്ച് നമ്മളെ വെറുപ്പിക്കുന്ന ടൈപ്പ് ചില പിള്ളേരുണ്ട്. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചില പിള്ളേരുണ്ട്. ഇവന്മാരെ സംസാരിക്കുമ്പോൾ നല്ല രസമാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനായിട്ട്. ഒരു പ്രത്യേക വൈബാണ് അവന്മാരുടെ സംസാരത്തിൽ. അത് കൂട്ടൊരു പയ്യൻ നമ്മുടെയൊക്കെ വീടിന്റെ സൈഡിൽ നമ്മൾ കണ്ടേക്കാവുന്ന തരത്തിലുള്ള ഒരു ബോയ് നെക്സ്റ്റ് ഡോർ വൈബിലുള്ള ഒരു ചെറുക്കൻ. നല്ല രസമാണ് ആ ചെക്കനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. നല്ല രസമാണ് അവന്റെ സംസാരവും ആ ഒരു കോമ്പിനേഷൻ, കെമിസ്ട്രി എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഈ സീരീസിനൊരു സീസൺ 2 ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളെയും പരിഗണിച്ചുകൊണ്ടാണ് ഒരു സീരീസ് നിർത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിന്റെ സീസൺ 2 വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ അങ്ങനെ എന്തെങ്കിലും അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെറുക്കൻ വലുതാവുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ആ ഒരു മുട്ട ചെറുക്കൻ ഫിക്സ് ആയി. ഇനി വേറൊരാളെ ആ ഒരു സ്ഥാനത്ത് സങ്കല്പിക്കാനായിട്ട് പറ്റത്തില്ല. സോ എന്തെങ്കിലും പ്ലാനിങ്ങിലുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടറാണ് ആ ഒരു ഡങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. ഈ ഒരു ഡങ്കിന്റെയും എഗിന്റെയും ഒരു ജേണിയാണ് ഈ ഒരു സീരീസിൽ മൊത്തം പോകുന്നത്. ഇനിയിപ്പോൾ സീസൺ 2 വരികയാണെങ്കിലും അതിലും ഇവരുടെ ആ ഒരു ജേണി തന്നെയായിരിക്കും കാണിക്കാനായിട്ട് പോകുന്നത്. ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടും ഇവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ സീക്വൻസുകളിൽ വരുന്ന തമാശകളും പരിപാടികളും ഒക്കെ തന്നെയാണ് സീരീസിന്റെ മൊത്തം ഒരു വൈബ് കൊണ്ടുപോകുന്നത്. ആൻഡ് ഇവരെ കൂടാതെ ഇവരുടെ ആ ഒരു ജേണിയിൽ ഇവർ കണ്ടുമുട്ടുന്ന കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെയും കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. സോ അവരെ വെച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത്. ഓരോ എപ്പിസോഡ് 30 മിനിറ്റേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഗെയിം ഓഫ് ത്രോൺസിന്റെ യൂണിവേഴ്സ് എന്നൊരു സീരീസ് വരുമ്പോൾ നമ്മളതിനെ 30 മിനിറ്റിൽ ഒതുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ലല്ലോ. ഇങ്ങനെ 30 മിനിറ്റിൽ ഒതുങ്ങുന്ന 6 എപ്പിസോഡുകളാണ് സീരീസിന് മൊത്തമായിട്ടുള്ളത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ സീരീസ് ഭയങ്കര റഷ്ഡ് ആയിട്ട് എടുത്തൊരു സീരീസ് ആണോ എന്നൊക്കെ ചിന്തിച്ചേക്കാം. ബട്ട് അങ്ങനെയല്ല. ഈ ഒരു കണ്ടന്റ് പറയുവാനായിട്ട് എത്ര കണ്ട് സമയം വേണോ അത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പതിയെ എടുത്ത് തന്നെയാണ് സീരീസ് പോകുന്നത്. അല്ലാണ്ട് ഈ ഒരു റീൽസ് കൾച്ചറിൽ പെട്ടുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് സീക്വൻസ് മാറുന്ന രീതിയിലുള്ള പരിപാടിയൊന്നും ഇവിടെ കാണാനായിട്ട് പറ്റത്തില്ല. സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡുകളിലോട്ട് അടുക്കുമ്പോഴത്തേക്കും ജോർജ് R.R. മാർട്ടിന്റെ ആ ഒരു എഴുത്തിലെ പരിപാടികളൊക്കെ നമുക്ക് കൃത്യമായിട്ട് എവിഡന്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. സീരീസ് ഗെയിം ഓഫ് ത്രോൺസിന്റെ ആ ഒരു തനി കുണം കാണിക്കും. ആ ഒരു ഏരിയയിലോട്ട് ഞാൻ അധികം ഡീപ്പായിട്ട് കിടക്കുന്നില്ല. ചിലപ്പോൾ എൻ്റെ വായന ചില സ്പോയിലേഴ്സ് ചാടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞാൽ മതി. മോർ ഓവർ ഈ ഒരു സീരീസ് ഈ ഒരു ഗെയിം ഓഫ് ത്രോൺസിന്റെ ബേസിൽ നമ്മുടെ R.R. മാർട്ടിൻ എഴുതിയിട്ടുള്ള ബുക്കിനെ അഡാപ്റ്റ് ചെയ്ത് വരുന്നതാണല്ലോ. സോ ബുക്കിനോട് ഇത് നീതി പുലർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുക്ക് വായിക്കാത്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റത്തില്ല. ബട്ട് ഈ ഒരു സീരീസ് എന്ന നിലയ്ക്ക് ഇത് കിടിലമായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ആൻഡ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീരീസിലുടനീളം നമ്മുടെ ജോർജ് R.R. മാർട്ടിൻ ഉടനീളം ഈ ഒരു സീരീസിന്റെ വർക്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. കാണാനുണ്ട്. അതായത് സീരീസിന്റെ ഒരു പോക്കിൽ തന്നെ കാണാനുണ്ട്. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് എടുത്തു കഴിഞ്ഞാൽ ഗെയിം ഓഫ് ത്രോൺസിന്റെ അവസാനമൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം ഇനി ഞാൻ വീണ്ടും കുത്തിപ്പൊക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇവിടെ കൃത്യമായിട്ട് ജോർജ് R.R. മാർട്ടിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഗെയിം ഓഫ് ത്രോൺസിന്റെ എൻഡിങ്ങിലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ മാർട്ടിന്റെ ബുക്ക് മുഴുവൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ അവർക്ക് അവരുടേതായ ഭാവനയിൽ വിരിഞ്ഞ ആശയങ്ങൾ വെച്ചിട്ടാണ് അവർ ഗെയിം ഓഫ് ത്രോൺസ് മുഴുവൻ ആക്കിയത്. സോ അതുകൊണ്ട് അവരെയും പറയാൻ പറ്റില്ല, ഇവരെയും പറയാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. പക്ഷേ ഇവിടെ ആ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. ബുക്കൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയതാണ്. ജസ്റ്റ് അങ്ങ് എടുത്ത് വെച്ചാൽ മാത്രം മതി. ഈ ക്യാരക്ടേഴ്സിനെ നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടയിലോട്ട് റീച്ച് ആക്കാനായിട്ട് ഈ സീരീസിന് പറ്റിയിട്ടുണ്ട്. സോ ഇവരെ ബേസ് ചെയ്ത് ഇനി എത്ര കണ്ട് സീസൺസ് വന്നാലും കണ്ടിരിക്കാൻ രസമായിരിക്കും. വലിയ പൊളിറ്റിക്സ്, യുദ്ധങ്ങൾ, വാർ മെക്കാനിസം തുടങ്ങിയ പരിപാടികളോട്ടൊന്നും പോകേണ്ടി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗും സീരീസിൽ പിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നേരത്തെ പറഞ്ഞു കൂട്ട ഒരു 6 എപ്പിസോഡുകൾ,
അത് 30 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകൾ കൊണ്ട് തന്നെ ആ ഒരു വെസ്റ്ററോസിൻ്റെ ആ ഒരു വേൾഡിലോട്ട് നമ്മളെ കൊണ്ടുപോകും. അതും ഒരേ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് മെയിൻ ഇവൻറ്റ്സ് എല്ലാം തന്നെ നടക്കുന്നത്. അത് വെച്ചുകൊണ്ട് തന്നെ ഇത്രയും കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ആ ഒരു സ്പോട്ട് നടക്കുന്ന ഒരു അറീന, ഒരു പാലസ്, പിന്നെ അവിടുത്തെ മെയിൻ നൈറ്റ്സ് ഒക്കെ താവളം അടിച്ചിരിക്കുന്ന ഒരു ടെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ കുറച്ച് ലൊക്കേഷൻസേ ഉള്ളൂ. ആ ഒരു ലൊക്കേഷൻസ് എല്ലാം കണ്ട് നമുക്കങ്ങ് പരിചിതമാവും. ആ ഒരു വെസ്റ്ററോസിൻ്റെ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈൻഡ് തന്നെ അങ്ങ് ഫിക്സ് ആക്കി കളയും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലോട്ട് ഒരു ബിഗ് ഇവൻ്റാണ് ഫിക്സ് ആയിട്ട് വരുന്നത്. അതായത് വലിയ വലിയ വാർ സീക്വൻസുകളും പരിപാടികളൊക്കെ വലിയൊരു വേൾഡാണ് നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത്. സോ ഇത് ആ വലിയ വേൾഡിൽ നടക്കുന്ന ഒരു ചെറിയ സംഭവമാണ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. കൃത്യമായിട്ട് പറയാനാണെങ്കിൽ ഞാൻ വണ്ടർമാനെ പറ്റി എന്താണോ പറഞ്ഞത്, അതായത് മാർവൽ പടം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെടാനായിട്ട് വഴിയില്ല. ബട്ട് മാർവലിലെ തന്നെ ഒരു വെറൈറ്റി അപ്രോച്ച് ആയിരുന്നു വണ്ടർമാൻ. സോ അത് കൂട്ട് ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞൊരു വേൾഡിൽ അതിൻ്റെ ആ ഒരു പരിപാടികളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് ഇറക്കിയ ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഗെയിം ഓഫ് ത്രോൺസ് കണ്ട ഏതൊരാൾക്കും ഒരു സീക്വൻസ് കാണുമ്പോൾ ചെറുതായിട്ട് മൈൻഡിൽ ഇങ്ങനെ ഒരു ഫിക്സിങ് വരും. അതായത് ഇന്ന സീക്വൻസിൽ ഇന്ന രീതിക്കാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു രീതിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കും. ബട്ട് അതിനെയെല്ലാം നേരെ ഉൾട്ടയടിച്ചിട്ട് ചില പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന സീക്വൻസിൽ നായകൻ കയറി അടിക്കും, ഇന്ന സീക്വൻസിൽ വില്ലൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് ഇങ്ങനെ കൂർപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ഇന്ന തന്നെയാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു വേറൊരു പരിപാടി കാണിച്ചു കളയും. അത് ഈ ഒരു സീരീസിന്റെ ടോൺ എങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലാതെ ഗെയിം ഓഫ് ത്രോൺസിനെ മോക്ക് ചെയ്യുന്ന രീതിയിലൊന്നും എടുത്തു വെച്ചേക്കുന്നതല്ല. സോ അത് മനസ്സിലാക്കാൻ സാധിച്ച ഈ ഒരു സീരീസിന്റെ വൈബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു 6 എപ്പിസോഡ് ബിഞ്ച് വാച്ച് ചെയ്ത് കിടിലമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ HOTD ഇറങ്ങാനിരിക്കുന്ന സമയമാണ്. സോ അതിൻ്റെ കേസ് പറയാനാണെങ്കിൽ മാർട്ടിനായിട്ട് ചെറിയ ക്രിയേറ്റീവ് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിട്ട് എന്തൊക്കെയോ അടിപിടിയൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. സോ അതിൻ്റെ കേസിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ്. ഇനി അതേതൊരു രീതിക്കാണ് പണി വയ്ക്കാൻ പോകുന്നതെന്ന് എന്തായാലും കണ്ടു തന്നെ അറിയാം. സോ നൈറ്റ് ഓഫ് ദ 7 കിങ്ഡം ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അധികം വലിച്ചു നീട്ടാതെ 6 എപ്പിസോഡുകൾ കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ തന്നെ അവർ പറഞ്ഞു തീർത്തു. സോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സീരീസ് വർക്കൗട്ട് ആയതെന്നുള്ളൊരു കാര്യം, ഇതിൻ്റെ സീസൺ 2 വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എത്രമാത്രം എക്സൈറ്റഡ് ആണെന്നുള്ളൊരു കാര്യവും HOTDക്ക് വേണ്ടി നിങ്ങൾ എത്രമാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.